സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്കാം. സന്തോഷത്തോടുകൂടെ വിശുദ്ധ ആരാധനയിലായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ ഫിലിപ്പ് പാസ്റ്റർ, സാംബാസ്, മറ്റ് കർത്തദാസന്മാർ, ദൈവമക്കൾ സകലർക്കും യേശു ക്രിസ്തുവിൻ്റെ വനനാമത്തിലുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ പ്രദേശത്തേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് അവസരമൊരുക്കി. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഫ്രണ്ട്സിൻ്റെയും എൻ്റെയും ഭവനത്തിൽ പാർക്കുവാനും ഈ സഭയോട് അനുവദിച്ച് ഈ സഭയിൽ വിശുദ്ധ സഹായങ്ങൾക്കൊക്കെ കടന്നു വരുവാൻ കർത്താവ് അവസരമൊരുക്കി. ദൈവമക്കളെല്ലാം ആത്മാർത്ഥമായി ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെയും ചെയ്തു. ഒരു കുടുംബം പോലെ ഇവിടെ ആയിരിക്കാൻ കർത്താവ് അവസരമൊരുക്കി. പ്രിയ കർത്താവിൻ്റെ ദാസൻ സഭ എനിക്ക് ദൈവജനം സംസാരിക്കാനുള്ളതായ പരമാവധി അവസരം ഒരുക്കി തന്നു. തൻ്റെ സമയം കൂടെ വേർതിരിച്ച് എനിക്ക് ആ സമയം നൽകി തരുവാൻ ഇടയായിത്തീർന്നു. ഞാനപ്പോൾ ഇപ്രകാരം ഒരു കാര്യങ്ങൾ ഓർത്തു. എൻ്റെ പ്രിയ മാതാവ് ദൈവദാസന്മാരെ സൽക്കരിക്കുന്ന ഒരു മാതാവായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ 9 മക്കളും അപ്പനും അമ്മയും അടങ്ങുന്ന 11 മെമ്പേഴ്സുള്ളതായ കുടുംബമായിരുന്നു. പണ്ട് കാലങ്ങളിൽ ഒരു നേരത്തെ ആഹാരത്തിന് വളരെ പ്രയാസപ്പെട്ടതായ സമയമുണ്ട്. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ അതിൻ്റെ പ്രയാസം നമുക്കറിയാം. അപ്പോൾ 9 മക്കളെയും അപ്പനും അമ്മയും അടങ്ങുന്ന ആ ഭവനത്തിൽ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ദൈവദാസന്മാർ ഭവനത്തിൽ വരുമ്പോൾ അവരെ മാനിക്കുവാൻ വേണ്ടി അന്ന് വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ മുട്ടയൊക്കെ പുഴുങ്ങി ചായയൊക്കെ കൊടുക്കും. അപ്പോൾ എനിക്ക് ദൈവദാസന്മാരോട് അന്ന് ഞാൻ ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് സത്യമായിട്ടും പിണക്കായിരുന്നു. കാരണം ഞങ്ങൾക്ക് കിട്ടാത്ത ആഹാരം ഇവർ കഴിച്ചിട്ട് പോകുന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അന്ന് കാലങ്ങളിൽ മാതാവ് ദൈവത്തിന് സ്തോത്രം ദൈവദാസന്മാരെ മാനിക്കുകയും സൽക്കരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളുടെ ഭവനത്തിൽ ചിലപ്പോൾ അതിഥികൾ വരുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ആഹാരം കിട്ടാതെ വരുമെന്ന് എൻ്റെ മാതാവിന് അറിയാവുന്നതുകൊണ്ട് മൂത്ത കുഞ്ഞുങ്ങളോടൊക്കെ പറയും, നിങ്ങൾക്ക് ചിലപ്പോൾ ആഹാരം കിട്ടാതെ വന്നാൽ നിങ്ങൾ കരയരുത്, ഭാരപ്പെടരുത്. പക്ഷേ എൻ്റെ മാതാവ് നല്ല ബുദ്ധിശാലിയായതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ആഹാരം കൊടുക്കുമായിരുന്നു. പലപ്പോഴും എൻ്റെ മാതാവിന് ആഹാരം കിട്ടാതിരുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രശ്നവും ദൈവദാസന്മാരെ സൽക്കരിച്ചതിൻ്റെ ഫലമായി മാനിച്ചതിൻ്റെ ഫലമായി ഞാൻ ഈ പ്രദേശത്ത് വന്നപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം മലയാളി ഫുഡ് കഴിച്ചു, ഇംഗ്ലീഷ് ഫുഡ് കഴിച്ചു, അതുപോലെ തന്നെ ചൈനീസ് ഫുഡ് കഴിച്ചു. അങ്ങനെ പല രീതിയിലുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ കർത്താവ് അവസരമൊരുക്കി. അത് എൻ്റെ മാതാവ് ചെയ്ത കാര്യങ്ങളെ ദൈവം അത് കണക്കിടുവാൻ, അത് മാനിക്കുവാൻ ഇടയായി തീർന്നതാണ്. പ്രിൻസിൻ്റെ ഭവനത്തിൽ ഞങ്ങൾ കടന്നു വന്ന 2 മാസത്തിലധികമായി അവർ ഞങ്ങളെ ആത്മാർത്ഥമായി ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഇടയായി തീർന്നു. ഞങ്ങളിവിടെ വരുവാൻ ഇവിടുന്ന് മടങ്ങിപ്പോകുന്നായ ചിലവെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഈ 2 മാസം കൊണ്ട് ചിലവായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അത് അവർക്ക് നഷ്ടമല്ല. ദൈവം അത് ഇരട്ടിയായി മടക്കി നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുന്നത്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവം ആർക്കും കടക്കാരനായിരിക്കില്ല. ദൈവം നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവദാസന്മാരും സഭയും ഞങ്ങളോട് കാണിച്ചതായ എല്ലാ സ്നേഹത്തിനും കരുതലിനും ദൈവനാമത്തിലുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. വീണ്ടും നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഞങ്ങളും നിങ്ങളെ ഓർത്ത് ഈ സഭയെ ഓർത്തും പ്രാർത്ഥിക്കും. ഞാൻ വിശ്വാസത്തോടുകൂടെ വാക്ക് പറയുകയാണ്. ഇനിയും ദൈവം ഞങ്ങൾക്ക് ഇവിടെ വരുവാൻ അവസരം ഒരുക്കിയാൽ സ്വന്തമായ ഒരു ആലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അതിന് മാറ്റം വരത്തില്ല. നമുക്ക് പലപ്പോഴും അസാധ്യമായിരിക്കാം, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ ദൈവം എന്നെ ചില കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുമ്പോൾ ഞാനത് പ്രാർത്ഥിച്ച് 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ദൈവം അവൻ നിർബന്ധിച്ചാൽ അത് ഞാൻ തുറന്നു പറയാറുണ്ട്. അതൊക്കെയും നിവർത്തിക്കുവാൻ, നിറവേറുവാൻ കർത്താവ് അവസരമൊരുക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകില്ല. ദൈവത്തിന്റെ സ്തോത്രം.
അപ്പോസ്തല പ്രവൃത്തിയിൽ ഇപ്രകാരമാണ് കാണുന്നത്. വചനം കേട്ടവരുടെ മേൽ വചനം കേട്ടപ്പോൾ കുത്തുകൊണ്ടു എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. അപ്പോൾ വചനം കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ കുത്തുകൊള്ളും. ഞാൻ ഇവിടെ വചനം സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുത്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ദൈവസ്തോത്രം. ദൈവം എന്നോട് സംസാരിപ്പാൻ പറയുന്നതായ വചനങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കുത്തുകൊണ്ടിട്ടുള്ളത് പ്രിൻസിനാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവസ്തോത്രം. അപ്പോൾ അവരെന്നോട് പറയാറുണ്ട്, ഇനിയും വരുമ്പോൾ അവസരം കിട്ടേണ്ടതാണ്, അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം സൂക്ഷിച്ചൊക്കെ പറയാവുന്ന. എനിക്ക് ദൈവം തമ്പുരാൻ പറയുന്ന കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ ദൈവം ഒരു കാലത്ത് എൻ്റെ ചെറുപ്പ സമയത്ത് ഞാൻ എൻ്റെ വഴിക്ക് ഓടി, ദൈവം എന്നെ വിട്ടില്ല. ദൈവത്തിന് എന്നെ സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ, സുവിശേഷകനായി നിർത്തുവാൻ ദൈവത്തിന് താല്പര്യമുണ്ടായിരുന്നത് കൊണ്ട് ദൈവം എൻ്റെ മുൻപും പിൻപും അടച്ചു, ഇടവും വലവും അടച്ചു. അവൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായി വെച്ചു. ആ സാഹചര്യം നിങ്ങൾ ഓർത്ത് വായിക്കേ. മുൻപും പിൻപും അടച്ചു, ഇടവും വലവും അടച്ചു. ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായി വെച്ചു. അപ്പോൾ എനിക്ക് പിന്നെ ചലിക്കാൻ കഴിയത്തില്ല. അതേ രീതിയിലാണ് ദൈവം എന്നെ ഈ ദൈവവചനം പഠിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാൻ ഒരു ശുശ്രൂഷകനായി വിളിച്ച് വേദനിക്കുവാൻ ഇടയിത്തീർന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് ദൈവവചനം സംസാരിക്കാതിരിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ നൽകിയ നല്ല അവസരങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 4-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം. 4-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനമികമായി പറയുകയാണ്, ദൈവം നമ്മളെ ഞെരുക്കത്തിൽ ഇരുത്തുന്നത് ഒരു വിശാലതയ്ക്ക് വേണ്ടിയാണ്. ദൈവം നമ്മളെ ഞെരുക്കത്തിൽ ഇരുത്തുന്നത് ഒരു വിശാലത നൽകുവാൻ വേണ്ടിയാണ്. 118-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യത്തിന് പ്രകാരമാണ് കാണുന്നത്. ഞാൻ എൻ്റെ ഞെരുക്കത്തിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്നെ വിശാല സ്ഥലത്ത് ആക്കി. ദൈവത്തിന്റെ സ്തോത്രം. ദൈവാത്മാവിനോട് ഇപ്രകാരം ഓർപ്പിക്കുവാൻ പറയുന്നു. സ്റ്റാൻലി ബ്രദറിനോട് ദൈവാത്മാവ് ഇപ്രകാരം സംസാരിക്കുകയാണ്. ഇപ്പോൾ ഞെരുക്കത്തിന്റെ അവസ്ഥകളാണ്, എന്നാൽ ദൈവം ഒരു വിശാലത ഒരുക്കും. ദൈവം ഒരു വിശ്രദ്ധി നൽകും. പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഒരു വേഴാമ്പിനെ പോലെ കേഴുമായ അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് വിടുതൽ തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ വചനമായി പറയുകയാണ്, ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ദൈവം ഒരു വിശാലത ഒരുക്കുന്നുണ്ട്. ഈ ദിനങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇടയിൽ നിൽക്കുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ മധ്യസ്ഥം വയ്ക്കുന്നുവെങ്കിൽ, ഞെരുക്കങ്ങളെ മാറ്റി ഒരു വിശാലത നൽകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവവചനമായി പറയുകയാണ്, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ ഞെരുക്കത്തിൻ്റെതായ അവസ്ഥകൾ നമ്മെ അഭിമുഖീകരിച്ചെന്ന് വരാം. എന്നാൽ ദൈവം നമുക്ക് വിശാലത നൽകുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. യബ്ബേസ് തന്റെ ഇസ്രായേലിന്റെ ദൈവത്തോട് നിലവിളിക്കുവാനായി തീർന്നു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്നെ അതിരു സ്ഥാനമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതൊക്കെയും അവന് നൽകി. ദൈവത്തിന് സ്തോത്രം. യബ്ബേസ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യബ്ബേസ് ദൈവത്തോട് ചില നിബന്ധനകൾ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്, നീ എന്നെ നിശ്ചയമായി ഒന്ന് അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ വചനത്തിന് അതിലൊന്ന് വിസ്താരമാക്കണം. പിന്നെ നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ കാക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ദൈവത്തോട് അപേക്ഷിക്കുവാനായി തീർന്നു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് കൊടുക്കുവാനായി തീർന്നു. യബ്ബേസ് എന്ന വാക്കിന്റെ അർത്ഥം വ്യസനപുത്രൻ എന്നാണ്. യബ്ബേസിന്റെ മാതാവ് ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ അവനെ വ്യസനത്തോട് പ്രസവിച്ചത് കൊണ്ട് ഞാൻ അവന് യബ്ബേസ് എന്ന് പേരിടും. യബ്ബേസ് എന്ന വാക്കിന്റെ അർത്ഥം
വ്യസനപുത്രൻ. ദൈവത്തിന് സ്തോത്രം. മാതാവിന്റെ ജീവിതത്തില് ആ മകനൊരു വ്യസനമായിരുന്നു. എന്നാൽ ദൈവനിമിത്തമായി പറയുകയാണ്, യബ്ബേസിനെ ദൈവം അനുഗ്രഹിക്കുവാനായി തീർന്നു. അവനെ അതിനെ വിസ്തീർണമാക്കുവാൻ ഇടയായി തീരുവാനായി തീർന്നു. അവിടെ അതിന്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്: യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീർന്നു. നമ്മളെ പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ പുച്ഛിച്ചു തള്ളുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, പല കുത്തുവാക്കുകൾ നമ്മളോട് നേരെ ആഞ്ഞടിക്കുമ്പോൾ നാം ഭാരപ്പെടേണ്ടതായ കാര്യമില്ല. ദൈവത്തിന്റെ വചനമായി പറയുകയാണ്, യബ്ബേസിനെ മാനിച്ചതായ ദൈവം നമ്മെ മാനിപ്പാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. എലീശയോട് അവൾ നിലവിളിച്ചിട്ട് ഇപ്രകാരം പറയുകയാണ്: നിന്റെ ദാസനായ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. എന്നാൽ കടൽക്കാർ വന്ന് എന്റെ 2 കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ ദൈവദാസനോട് പറഞ്ഞ് അവൾ നിലവിളിക്കുകയാണ്. അവൾക്ക് കടം വീട്ടുവാൻ വകയില്ല. ദൈവത്തിന് സ്തോത്രം. തന്റെ ഭർത്താവ് സമ്പാദിച്ചതെന്ന് പറയുന്നത്, സ്വരൂപിച്ചതെന്ന് പറയുന്നതൊന്നുമില്ല. വളരെ കടം അവശേഷിപ്പിച്ചിട്ടാണ് ആ ഭർത്താവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിരുന്നത്. തന്റെ ആ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിക്കുകയാണ്: നിന്റെ ദാസനായ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ എലീശ അവളോട് ചോദിക്കുകയാണ്: ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? ഞാൻ നിനക്ക് എന്തു ചെയ്യണം? പറക എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം അവന് ഒരു ചോദ്യം ചോദിച്ചു: നിന്റെ പക്കൽ എന്തുള്ളൂ? അവൾ പറയുകയാണ്: എന്റെ പക്കൽ ഒരു തുരുത്തി, ഒരു ഭരണി എണ്ണയല്ലാതെ ഒന്നുമില്ല എന്ന് പറയുകയാണ്. അവളുടെ സമ്പാദ്യമായി അവളുടെ പക്കലുള്ളത് ഒരു ഭരണി എണ്ണ മാത്രമാണ്. എന്നാൽ എലീശ അവളോട് പറഞ്ഞു: നീ നിന്റെ മക്കളെ അയച്ച് ആ അയൽഭവനങ്ങളിൽ നിന്ന് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുവാൻ ആവശ്യപ്പെടുകയാണ്. അവൾ തന്റെ മക്കളെ അയച്ച് അയൽഭവനങ്ങളിൽ നിന്നെല്ലാം വെറും പാത്രങ്ങൾ വായ്പ വാങ്ങി ആ ഭവനത്തിൽ വന്ന് തന്റെ 2 മക്കളുമായി ആ മാതാവും എണ്ണ പകരുവാൻ തുടങ്ങി. ആ ദേവദാസൻ പറഞ്ഞു: കിട്ടിയതായ പാത്രങ്ങളിൽ, നിങ്ങൾ ശേഖരിച്ചതായ പാത്രങ്ങളിലൊക്കെയും എണ്ണ പകരുവാൻ പറയുവാനായി തീർന്നു. അവർ കിട്ടിയ പാത്രങ്ങളിലെല്ലാം എണ്ണ ശേഖരിച്ചു വയ്ക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷമായി അവൾ തന്റെ മകനോട് പറഞ്ഞു: ഇനിയും പാത്രമുണ്ടെങ്കിൽ കൊണ്ടുവരുവാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു: പാത്രം തീർന്നുപോയി. അപ്പോൾ എലീശയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു: ഞങ്ങൾ ഇങ്ങനെ പാത്രങ്ങളിലെല്ലാം എണ്ണ ശേഖരിച്ചു വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവദാസൻ ആ സഹോദരിയോട് ഇപ്രകാരം പറഞ്ഞു: നീ എണ്ണ വിറ്റ് കടം വീട്ടുക. ഒന്നാമതായിട്ട് എന്ത് ചെയ്യണം? കടം വീട്ടണം. രണ്ടാമതായിട്ട് ശേഷിപ്പിക്കുന്നത് നീയും നിന്റെ മക്കളും എന്ത് ചെയ്യണം? ഉപജീവനം കഴിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ജീവിതത്തിൽ കടമാണെങ്കിലും, വ്യാകുലതയാണെങ്കിലും, ഭാരങ്ങളാണെങ്കിലും, ഞെരുക്കത്തിന്റെ അവസ്ഥയാണെങ്കിലും ദൈവത്തിനൊരു വിശാലത തരുവാൻ വേണ്ടി ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ ഞെരുക്കത്തിലിരുത്തുന്ന. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഞെരുക്കത്തിലിരുന്നാൽ മാത്രമേ ചിലപ്പോൾ ദൈവത്തെ വിളിക്കത്തുള്ളൂ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് 118-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നത്: ഞാൻ ഞെരുക്കത്തിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ എന്റെ അപേക്ഷ കേട്ടു. അവൻ എന്റെ അപേക്ഷ കേട്ട് അവൻ എന്നെ വിശാല സ്ഥലത്ത് ആക്കി. ഞെരുക്കം മാറ്റി ദൈവം ഒരു വിശാലത നൽകി മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവിനെ ഇപ്രകാരം ഒരു കാഴ്ച കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സംഭാഷണോട് പറയുന്ന പ്രയാസമൊന്നും ഇല്ല. ദൈവാത്മാവ് ഇപ്രകാരം ഒരു കാഴ്ചയെ കാണിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ളതായ കണ്ണൻചേമ്പ് കണ്ടിട്ടുള്ളത് കൈമുക്കി. പ്രായമുള്ളവർക്കൊക്കെ അറിയാം കണ്ണൻചേമ്പ്. കണ്ണൻചേമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടിട്ട് പറിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൊട്ട കിട്ടും. നല്ലപോലെ കൃഷി ചെയ്താൽ ചിലപ്പോൾ ഒരു കൊട്ട, ചിലപ്പോൾ കൊട്ടയുടെ വലുപ്പമൊക്കെ ചെറുതാന്ന് പറഞ്ഞാലും ഒരു കൊട്ട കിട്ടുമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ആ ഒരു കൊട്ട ചേമ്പ് നമ്മൾ പറിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നടാൻ പോകുമ്പോൾ ആ ഒരു കൊട്ട ഒന്നിച്ച് നടുവോ? നടത്തില്ല. എന്ത് ചെയ്യും? അത് ഓരോ നടത്തിയിട്ട് മാറ്റി നടും.
എന്ന് പറഞ്ഞ പോലെ ദൈവാത്മാവ് ഈ ചേമ്പ് കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ അടർത്തി മാറ്റി ഇവിടെ ആക്കിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസനോടൊപ്പം ദൈവത്തിന് സ്തോത്രം പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വ്യക്തി എന്ത് ചെയ്തിരിക്കുക? വിഷയാചിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ പത്രോസും യോഹന്നാനും അവനെ എന്ത് ചെയ്തു? ഉറ്റുനോക്കി. എന്ന് പറഞ്ഞാൽ പത്രോസ് മാത്രമല്ല നോക്കിയത്, യോഹന്നാനോട് കൂടെ രണ്ടുപേരും ഒരു മനസ്സോടുകൂടെ, ഐക്യമത്യത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ ഉറ്റുനോക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തു? അവന് വിടുതലുണ്ടായി. എന്നതുപോലെ ദൈവദാസന്മാർ ചില വിഷയങ്ങളെ മുഖത്ത് ചിലതിനെ ഉറ്റുനോക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തില് ചില നോട്ടത്തിൽ വിടുതലായിരിക്കും. ദൈവദിനമികമായി പറയുകയാണ്, ആ ചേമ്പ് ദൈവത്തിന് സ്തോത്രം നമ്മൾ അടർത്തി മാറ്റി ഒന്ന് നടും. അത് നട്ടതിന് ശേഷം നട്ടതാണ് നമ്മൾ കുറച്ചുകൂടെ വരുന്നത് അല്ല, അനവധിയായിട്ട് ഒരു കൂട്ടമായിട്ടാണ് നമ്മൾ അത് വിളവെടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് സ്തോത്രം ഒരു കൂട്ടത്തിൽ നിന്ന് ദൈവം അടർത്തി മാറ്റി ഈ പ്രദേശത്ത് നട്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് നിയോഗമുള്ള ദൈവത്തിന്റെ സ്തോത്രം. ദൈവം അത് നമ്മുടെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ ദൈവം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവവചനമികമായി പറയുകയാണ്, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ദൈവവചനമികമായി പറയുകയാണ്, ഞെരുക്കത്തിൽ വിശാലത വരുത്തുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ചില സാഹചര്യങ്ങളിൽ നാം ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ ദൈവത്തെ നമുക്ക് വിളിക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് എല്ലാത്തിനും സമൃദ്ധി തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവത്തെ വിളിക്കുവാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ദൈവദിനമികമായി പറയുകയാണ്, 1 ശമൂവേൽ 9-ാം അധ്യായം അതിന്റെ 6 മുതൽ 14 വാക്യത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നത്. ആ വാക്യം വായിക്കും. 1 ശമൂവേൽ 9-ാം അധ്യായം 6 മുതൽ 14 വാക്യം. ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്. അവൻ മാന്യനാകുന്നു. അപ്പോൾ ദൈവവചനമായി പറയുകയാണ്, നമ്മെ കാണുന്നവർ ആരെ കാണണം? ദൈവത്തെ കാണണം. നമ്മെ കാണുന്നവർ ദൈവത്തെ വായിക്കുന്ന ഒരു പത്രമായി തീരണം. അവിടെ ആ സാക്ഷ്യം പറയുകയാണ്, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്. അവൻ ആരാണ്? മാന്യനാണ്. അവൻ പറയുന്നതെല്ലാം ഒത്തുവരും. നമ്മൾ പറയുന്നതെല്ലാം ഒത്തുവരും. ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ദൈവം നമ്മുടെ നാവിന്മേൽ അധികാരം തന്നിട്ടുണ്ട്. നമ്മൾ കൽപ്പിക്കണം. ചിലതിനെ നോക്കി കൽപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ചിലതിനെ നോക്കി കൽപ്പിക്കുമ്പോൾ അത് പ്രവൃത്തി ഫലത്തിലെത്തുവാൻ ഇടയായിത്തീരും. ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് പവർ തന്നിട്ടുണ്ട്. ദൈവം നമ്മുടെ നാവിന്മേൽ വചനം തന്നിട്ടുണ്ട്. ദൈവത്തിനുമായി പറയുകയാണ്, നാം കൽപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനുമായി പറയുകയാണ്, അതിനവൻ ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്. അവൻ മാന്യനാകുന്നു. അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. നമുക്ക് അവിടെ പോകാം. നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരുമെന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവനിമിത്തമായി പറയുകയാണ്, ആ മാന്യനായ വ്യക്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനിമിത്തമായി പറയുകയാണ്, ദൈവത്തിന്റെ വചനത്തിന് പ്രകാരം കാണുവാൻ കഴിയുന്നത്. ആ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 24-ാം വാക്യം വായിക്കും. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 24-ാം വാക്യം. ദൈവം പറയുകയാണ്, ഞാൻ ജാതികളെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ എന്തിയും വിശാലമാക്കും. ദൈവവചനമായി പറയുകയാണ്, ജാതികളെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് ദൈവവചനമായി പറയുകയാണ്, വായിക്കും, നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കയില്ല. ദൈവം നിനക്ക് വേണ്ടി നൽകിയിട്ടുള്ളതായ, നിനക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളതായ അതിനെ അപകരിച്ചെടുക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശത്രുവിനും സാധ്യമല്ല. ദൈവത്തിന്റെ സ്തോത്രം. ദൈവജനമികമായി പറയുകയാണ്, നമ്മുടെ ഐക്യമത്യത്തോടുകൂടെ ഒരു മനസ്സോടുകൂടെ ശുശ്രൂഷയുടെ മുഖത്ത് ദൈവദാസന്മാരോട് ചേർന്ന് പ്രവർത്തിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ, ദൈവത്തിന്റെ വൻകാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും, അത് അനുഭവിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനമികമായി പറയുകയാണ്, നമുക്ക് പലപ്പോഴും എന്തുണ്ട്? ദൈവത്തോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. ദൈവത്തോട് നല്ല പ്രിയമാണ്.
ദൈവത്തോട് നല്ല ഇഷ്ടമാണ്. എന്നാൽ നമുക്ക് ചിലപ്പോൾ എന്തില്ല, ദൈവഭയമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്രകാരം ചിന്തിക്കുകയായിരുന്നു. ഈ മുസ്ലിം സഹോദരന്മാര് 5 നേരം നിസ്കരിക്കും. 5 നേരം അവര് നിസ്കരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാട്ടിടെ നാട് മേയ്ക്കുന്ന കാഴ്ച കണ്ടു. ചെമ്മരിയാടുകളെ ഇങ്ങനെ മലമ്പ്രദേശത്ത് കൊണ്ടുപോയി മേയ്ക്കുകയാണ്. അദ്ദേഹം അങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സമയത്ത് അദ്ദേഹം ഒരു പരന്നു കിടക്കുന്ന കല്ലിൽ കയറി നിന്ന് അദ്ദേഹം നിസ്കരിക്കുന്ന കാഴ്ച കാണുവാനായിരുന്നു. ആടിനെ മേയ്ക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുടക്കാതെ നിസ്കരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവർക്ക് ഒരു ദൈവഭയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവഭയമുള്ളത് കൊണ്ട് അവരുടെ പ്രാർത്ഥന അവർ മുടക്കത്തില്ല. അവർ 5 നേരവും നിസ്കരിക്കുകയാണ്. നമുക്കറിയാം, മുസ്ലിം പള്ളിയിൽ നമ്മൾ നോക്കിയാൽ അവരെ എപ്പോഴും അവിടെ പള്ളിയിൽ ആളുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം അവർ നിസ്കരിക്കുവാൻ വേണ്ടി വരികയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ്. നമ്മൾ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തില് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഏത് സമയത്തും നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥനയുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ അളവ് കൂട്ടുന്നുവെങ്കിൽ അവൻ നമ്മെ മാനിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ ദൈവശക്തനാണ്. ആകയാൽ എന്റെ മുൻപിൽ ഇനി സമയമില്ല, എനിക്ക് ലഭിച്ചതായ സമയം തീർന്നു കഴിഞ്ഞ. ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ ദൈവജനമായി പറയുകയാണ്, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വിശാലത നൽകും. ദൈവം ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ നൽകും. ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തികൾ പ്രായോഗികമാക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി തീർക്കും. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം വേണ്ടി സഹായിക്കുകയും അനുഗ്രഹിച്ചുമാറാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനം താഴ്ന്നു. ഇത്രത്തോളം സമയം അനുവദിച്ചതായ ദൈവത്തിന്റെ ദാസന്മാർക്ക്, സഭയ്ക്ക് നന്ദി അറിയിക്കും. ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആത്മാർത്ഥമായി ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തതായ ദൈവദാസന്മാരോട്, ദൈവസഭയോടായ നന്ദി അറിയിക്കും. ദൈവം അനുവദിച്ചാൽ ബുധനാഴ്ച ഞങ്ങൾ ഇവിടെ നാട്ടിലേക്ക് യാത്രയാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഞങ്ങൾക്ക് ഇവിടെ എന്ന് വരാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല, ദൈവത്തിനറിയാം. ദൈവ സ്തോത്രം. എൻ്റെ ഭാര്യ